കൊച്ചി ഇ.ഡി. ഓഫീസിൽ വിജിലൻസ് പരിശോധന. ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കേസിന്റെ വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. പരാതിക്കാരനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ തേടി വിജിലൻസ് ഇ.ഡിക്ക് നോട്ടീസ് നൽകി. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിവരങ്ങൾ. രോഹിണി, നേരത്തെ വിജിലൻസ് ഒരു കൈക്കൂലി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരായ ആളുകൾ പിടിയിലായി, ഏജന്റുമാരായ ആളുകൾ. എന്നാൽ വിജിലൻസ് വ്യക്തമാക്കിയത് ഇതിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് പങ്കാളിത്തമുണ്ട്. അങ്ങനെ കേസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഈ ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ, ഈ ഏജന്റുമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തപ്പോൾ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറിലേക്ക് എത്തുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് പരാതിക്കാരനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇ.ഡി. ഓഫീസിലെത്തി നോട്ടീസ് നൽകിയിരിക്കുന്ന കേസിന്റെ വിവരങ്ങൾ കൈമാറണമെന്ന ഒരു ആവശ്യമാണ് വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ പരാതിക്കാരൻ ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. തനിക്കെതിരായ തെറ്റായ അന്വേഷണമാണ് നടക്കുന്നത്, തന്നെ കൊടുക്കാനാണ് ശ്രമം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരാതിക്കാരൻ വിജിലൻസിന് മുന്നിലും മൊഴിയായി നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന്റെ വിവരങ്ങൾ തേടുന്നത്. മാത്രമല്ല, ഈ കേസിൽ നിന്ന് പരാതിക്കാരനായ വ്യവസായി ക്കെതിരായ കേസിന്റെ ഭാഗമായി അതിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടിയും ആ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുമാണ് കൈക്കൂലി ചോദിച്ചത് എന്നതായിരുന്നു ഏജന്റുമാർ നൽകിയിരുന്ന ആ മൊഴി. അതിന് ചില ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിയാക്കി വിജിലൻസ് അസിസ്റ്റന്റ് ഡയറക്ടറെ തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നും പരാതിക്കാരനെതിരെ ഇ.ഡി. അന്വേഷിക്കുന്ന കേസിന്റെ വിവരങ്ങൾ കൂടി തേടിയായിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതുമാണ് ഇപ്പോൾ വിജിലൻസ് അറിയിച്ചിട്ടുള്ളത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.